ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ചക്കൻ്റെ ഒക്കെ സീസണാണല്ലോ, അപ്പം അതിൻ്റെ കുരു വെച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്നത്തെ ജ്യൂസ്. വളരെ ടേസ്റ്റിയാണ്, പിന്നെ ഇതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. ഇതിന് ബദാം ഷേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. വെറും 3 ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ജ്യൂസും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടോ. ചക്കക്കുരുവിൻ്റെ മുകൾ ഭാഗത്തെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതിൻ്റെ ഈ മുകളിലുള്ള ഈ ബ്രൗൺ കളർ അത് കളയരുത് കേട്ടോ. ചക്കക്കുരുവിൻ്റെ ഭൂരിഭാഗം നാരുകളും അടങ്ങിയിരിക്കുന്നത് ഈ ബ്രൗൺ കളറിലുള്ള തൊലിയിലാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ കോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന പ്രകൃതിദത്ത ആൻറ്റി ഓക്സി ബ്രൗൺ ഭാഗത്ത് ധാരാളമുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു വേവിക്കുമ്പോൾ അതിനുള്ളിലെ പോഷകങ്ങളും വിറ്റാമിനുകളും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുന്നത് ഈ ബ്രൗൺ കളറിലുള്ള പാടയാണ്. ഞാൻ ചക്കക്കുരു കറി വെക്കുകയാണെങ്കിലും അതുപോലെ ഉപ്പേരി വെക്കുകയാണെങ്കിലും അതിനോട് ജ്യൂസ് ഉണ്ടാക്കണമെങ്കിലൊക്കെ ഞാൻ ഈ ബ്രൗൺ ഭാഗം കളയാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചക്കക്കുരുവിൽ കുറച്ച് വെള്ളം പാർന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് വേണ്ടത് സാബുനരിയാണ് കേട്ടോ. സാബുനരി എന്ന ചൊവ്വരിയില്ലേ, അതാണ് വേണ്ടത്. ഞാൻ 100 ഗ്രാം സാബുനരിയാണ് വാങ്ങിയത്. അതിൻ്റെ പകുതി ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം പാർന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിൽ ചേർക്കണം. അപ്പോൾ നമ്മൾ ചൊവ്വരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചക്കക്കുരു തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ ബാക്കി വന്ന വെള്ളമല്ലേ, ആ വെള്ളത്തിൽ തന്നെ കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത്. ആ വെള്ളം കളയരുത്. ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിതിനെ അരച്ചെടുക്കാം. ഇതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഫുള്ളായിട്ട് അരഞ്ഞ് വന്നിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ പാലും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കക്കുരൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു തരി പോലും ഇല്ലാതെ നല്ല ഉഷാറായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചൊവ്വരി ചേർത്ത് കൊടുക്കാം. അത് തണുത്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറിയൊരു അബദ്ധം പറ്റിയിട്ടോ, നമ്മൾ ജ്യൂസ് പാർന്നത് ചെറിയൊരു പാത്രത്തിലേക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ റെഡി ആയിട്ടോ. കാണാൻ നല്ല രസമുണ്ടല്ലേ, അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ബദാം ജ്യൂസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇത് കണ്ടിട്ട് പായസത്തിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടല്ലേ. പായസം എന്ന് പറഞ്ഞാട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജ്യൂസും കൂടിയാണിത്. അതുപോലെ തന്നെ ഒരുപാട് പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ വെറുതെ ആകില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.